ദേശീയ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ കാർഷിക സർവകലാശാലകളിലെ കോഴ്സുകൾ ഏകീകരിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി ആവിഷ്കരിച്ച പാഠ്യപദ്ധതിയാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അഥവാ പ്രവൃത്തി പരിചയ പരിപാടി. ഈ പദ്ധതിയുടെ ഭാഗമായി കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രവൃത്തി പരിചയ പരിപാടി പഠിതാക്കൾക്ക് അനുഭവ പരിചയവും വരുമാനമാർഗവും ഉണ്ടാക്കുവാനുള്ള വേദിയായി. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും തിരഞ്ഞെടുത്ത് ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അറ്റാച്ച്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വിദ്യാർത്ഥികൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റിലെ വിവിധ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് 6 മാസക്കാലം. അപ്പോൾ ഈ കാലയളവിൽ ഇവർക്ക് വിവിധ പ്രവർത്തനങ്ങൾ, വിവിധ മണ്ഡലങ്ങൾ എക്സ്പോഷർ കിട്ടുകയാണ്. അതിനോടൊപ്പം തന്നെ ചെറിയ വരുമാനവും കിട്ടുന്നുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിവരുന്ന ഒരു കോഴ്സാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അഥവാ പഠന പരിചയ പ്രവൃത്തി പരിചയ പരിപാടി. ഇതിൻ്റെ ഭാഗമായി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കുട്ടികൾ അവർക്കൊരു വരുമാനം ലഭിക്കുന്ന രീതിയിൽ വിവിധ കോഴ്സുകൾ എടുക്കുന്നുണ്ട്. ഈ കോഴ്സുകൾ പഠിക്കുന്നതോടൊപ്പം അത് പ്രാവർത്തികമാക്കുമ്പോൾ അതിലുണ്ടാകുന്ന വരുമാനം കൂടി ഈ കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് വെർമി കമ്പോസ്റ്റിംഗ്, കൂൺ കൃഷി, മറ്റു നഴ്സറി നിർമ്മാണം തുടങ്ങി വരുമാനം കിട്ടുന്ന പല കോഴ്സുകളും കുട്ടികൾ എടുക്കുന്നുണ്ട്. ഇവിടെയാണ് കാർഷിക വിജ്ഞാന വ്യാപനത്തിൻ്റെ പ്രസക്തി വരുന്നത്. സാധാരണ ഇങ്ങനെ കൃഷി ചെയ്യുകയും കൂണ് വളർത്തുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം വിജ്ഞാന വ്യാപന വിഭാഗത്തിൽ കുട്ടികൾ വിവിധ മാധ്യമങ്ങളുമായി പരിചയപ്പെടുകയും പത്ര മാസികകളിൽ ലേഖനങ്ങൾ എഴുതിയും ചെറിയ പുസ്തകങ്ങൾ രചിച്ചും അതുപോലെ തന്നെ വിവിധ റേഡിയോ പ്രോഗ്രാമുകൾക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുകയും അവർ തന്നെ നേരിട്ട് പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്നൊക്കെ അവർക്ക് വരുമാനം ലഭിക്കുന്നു. അതുപോലെ തന്നെ ദൂരദർശനുമായിട്ട് ബന്ധപ്പെട്ട് സ്ക്രിപ്റ്റുകൾ എഴുതിയും ഫീച്ചർ പ്രോഗ്രാമുകളൊക്കെ എടുത്തും അവർക്ക് ഇതിലൂടെ വരുമാനമുണ്ടാക്കുവാൻ കഴിയുന്നു. കാർഷിക കോളേജിലെ BSc അവസാന വർഷത്തിലെ 19 വിദ്യാർത്ഥികളാണ് ഈ പ്രവൃത്തി പരിചയ പരിപാടിയിൽ പങ്കെടുത്തത്. ഇതിൻ്റെ ഭാഗമായി കാർഷിക കോളേജ് തിരുവനന്തപുരം ദൂരദർശനുമായി സഹകരിച്ച് നടത്തിയ പരിപാടിയിൽ വിവിധ കാർഷിക വിഷയങ്ങളെ ആസ്പദമാക്കി വിദ്യാർത്ഥികൾ ഡോക്യുമെൻ്ററികൾ നിർമ്മിച്ചു. വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ വിജ്ഞാന വ്യാപന വിഭാഗവുമായി ചേർന്ന് നിർമ്മിക്കുന്ന ഒരു കാർഷിക ഡോക്യുമെൻ്ററിയാണിത്. കേരള കാർഷിക സർവകലാശാല ഇറക്കിയിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഡോക്യുമെൻ്ററിയുടെ ഉദ്ദേശം. ഈ ഡോക്യുമെൻ്ററിയുടെ രചന, സംവിധാനം, എഡിറ്റിങ് എല്ലാം വിദ്യാർത്ഥികളാണ് ടീച്ചേഴ്സിൻ്റെ സഹായത്തോടെ ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ദൂരദർശനും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. 4 ബാച്ചുകളായി 4 വിഷയങ്ങളാണ് ഈ ഡോക്യുമെൻ്ററിയിൽ ചിത്രീകരിച്ചത്. വിഷവിമുക്തമാക്കാം പഴങ്ങളെയും പച്ചക്കറികളെയും. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന പച്ചക്കറികളിലെ വിഷാംശം ആരോഗ്യമേഖലയിലെ പുതിയ ഭീഷണിയാണ്. ഈ വിഷാംശത്തിൻ്റെ മാരകാവസ്ഥയും അവ പച്ചക്കറികളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള മാർഗങ്ങളും കാണിച്ചു തരുന്നതാണ് ഈ ഡോക്യുമെൻ്ററി. നൂതന സൂക്ഷ്മാണു ഉൽപ്പന്നങ്ങൾ. സൂക്ഷ്മാണുക്കളെ സംരക്ഷിക്കുന്നതിന് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത മാർഗങ്ങളും ഈ ഡോക്യുമെൻ്ററിയിൽ കാണാം. ചിപ്പിക്കൂൺ കൃഷി. കൂൺ കൃഷിയുടെ സാധ്യതയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡോക്യുമെൻ്ററിയാണ് ചിപ്പിക്കൂൺ കൃഷി.
വിത്തുൽപാദനം മുതൽ കൂൺ വിഭവങ്ങളുടെ പാചക രീതികൾ വരെ ഈ ഡോക്യുമെൻ്ററിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ സംരക്ഷിത കൃഷി. കർഷകർക്ക് എന്നും വെല്ലുവിളിയായ കീടാണുക്കളെയും കാലാവസ്ഥയെയും അതിജീവിക്കാനും മികച്ച വിജയം നേടാനും സഹായിക്കുന്ന ഹൈടെക് കൃഷിരീതിയാണ് സംരക്ഷിത കൃഷി. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പോളി ഹൗസ് മാതൃക ചിത്രീകരിക്കുകയാണ് ഈ ഡോക്യുമെൻ്ററിയിലൂടെ. ദൂരദർശനുമായി സഹകരിച്ചുകൊണ്ടുള്ള ഡോക്യുമെൻ്ററി നിർമ്മാണത്തിലൂടെ തങ്ങളുടെ പ്രതിഭ തെളിയിക്കാനും വരുമാനം നേടാനും ഈ പ്രവൃത്തി പരിചയ പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കായി. പ്ലാനിംഗ്, സ്ക്രിപ്റ്റ് തുടങ്ങിയ സംവിധാനം വരെ വിവിധ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. കൂടാതെ വിലയേറിയ അനുഭവ സമ്പത്ത് സ്വന്തമാക്കുവാനും സാധിച്ചു. മനുഷ്യന്റെ ആത്യന്തികമായ ഭക്ഷ്യോൽപാദന രീതിയാണ് കൃഷി. മണ്ണിനെയും മരങ്ങളെയും കൃഷിയെയുമെല്ലാം നെഞ്ചോട് ചേർത്ത് നിർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മലയാളിക്ക്. നമ്മുടെ വീടുകളിൽ നിറഞ്ഞ പത്തായപ്പുരകളും മുറ്റത്ത് കൂട്ടിയിട്ട വൈക്കോൽ കൂനകളും കൊണ്ട് പ്രതാപം വിളങ്ങിയിരുന്ന ഒരു പഴയ കാലം. കാലവും കഥയും മാറിയപ്പോൾ കാലാവസ്ഥയും കൃഷിയുമെല്ലാം മാറിമറഞ്ഞു. മലയാളികളുടെ കാർഷിക മേഖല പതുക്കെ ഉപഭോഗ സംസ്കാരത്തിന് വഴിമാറി. ഇന്ന് മലയാളിക്ക് വിരുന്നൊരുക്കാൻ തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി കാത്തുകിടക്കേണ്ട ഗതി വന്നിരിക്കുന്നു. ഇറക്കുമതി ചെയ്യുന്ന ഈ പച്ചക്കറികളോടൊപ്പം വിളിക്കാതെ വരുന്ന വിരുന്നുകാരായി വന്നു ചേർന്ന അനേകം രോഗങ്ങളും. ഇവയ്ക്കെല്ലാം കാരണം പഴങ്ങളിലും പച്ചക്കറികളിലും കൂടിയ അളവിൽ ഉപയോഗിക്കുന്ന കീട കുമിൾനാശിനികളാണ്. ക്യാൻസർ, നാഡികൾക്കും വൃക്കകൾക്കും ഉണ്ടാകുന്ന തകരാർ, ജനിതക പ്രത്യുൽപാദന വൈകല്യങ്ങൾ തുടങ്ങി മാനസിക പ്രശ്നങ്ങൾ വരെ ഈ വിഷവസ്തുക്കൾക്ക് വരുത്തിവയ്ക്കാനാകും. നാം നിത്യവും ഉപയോഗിക്കുന്ന പച്ചക്കറികൾ മിക്കതും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവ ആയതുകൊണ്ട് അവയിൽ അടങ്ങിയിരിക്കുന്ന കീടനാശിനി വിഷാംശം എത്ര എന്ന് കണ്ടുപിടിക്കാൻ പച്ചക്കറി കടകളിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധന നടത്തുന്ന ഒരു പുതിയ പദ്ധതി കാർഷിക സർവകലാശാലയും കൃഷി വകുപ്പും ചേർന്ന് 2013 ജാനുവരിയിൽ ആരംഭിച്ചു. ഇത്തരത്തിലുള്ള പരിശോധനകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട വിഷാംശ പരിശോധനാ ലാബറട്ടറിയാണ്. ഓരോ മാസവും 50 മുതൽ 60 ഇനം പച്ചക്കറികളുടെ 100ഓളം സാമ്പിളുകൾ വീതം വിവിധ മാർക്കറ്റുകളിൽ നിന്നും വാങ്ങി ഈ ലബോറട്ടറിയിൽ എത്തിച്ചാണ് പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയുടെ ഫലം 3 മാസം കൂടുമ്പോൾ കാർഷിക സർവകലാശാലയുടെയും കൃഷി വകുപ്പിൻ്റെയും വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കുന്നു. കീടനാശിനി 100 കോടിയിൽ 1 അംശം വരെ അളക്കുന്ന ഗ്യാസ് ക്രോമറ്റോഗ്രാഫ്, ലിക്വിഡ് ക്രോമറ്റോഗ്രാഫ്, മാസ് സ്പെക്ട്രോമീറ്റർ തുടങ്ങി അത്യാധുനിക ഉപകരണങ്ങളടങ്ങിയ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സർക്കാർ തലത്തിലെ ഒരേ ഒരു അക്രഡിറ്റഡ് ലാബ് ആണിത്. വെള്ളായണി കാർഷിക കോളേജിലെ പ്രൊഫസർ ഡോക്ടർ തോമസ് ബിജു മാത്യു ആണ് ഈ പഠനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അന്യസംസ്ഥാന പച്ചക്കറികളിലൂടെ നമ്മുടെ ഉള്ളിലെത്തിക്കൊണ്ടിരിക്കുന്ന വിഷാംശത്തെപ്പറ്റി മലയാളികൾ വളരെ ആശങ്കയോടെയാണ് ചിന്തിക്കുന്നത്. ഇതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് നമ്മുടെ സർക്കാർ പുതിയതായിട്ട് പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ഇക്കാര്യത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു. എങ്ങനെ വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കാം, ഇതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി
സംസ്ഥാന കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും ചേർന്ന് 2013 ജനുവരി 1 മുതൽ നടത്തിയ ഒരു പ്രത്യേക ഗവേഷണ പദ്ധതിയാണ് സേഫ് ടു ഈറ്റ് വെജിറ്റബിൾസ് പ്രോജക്റ്റ്. ഇതിൻ്റെ ഭാഗമായി മാർക്കറ്റിൽ ലഭിക്കുന്ന പച്ചക്കറികൾ അതിലെ വിഷാംശം വെള്ളായണി കാർഷിക കോളേജിലെ അവശിഷ്ട പരിശോധനാ ലാബറട്ടറിയിൽ പരിശോധിച്ച് ഇതിൻ്റെ റിസൾട്ട് യഥാസമയം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഇതുതന്നെ ജനങ്ങൾക്ക് പ്രത്യേകമായ ഒരു ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടി ലഭിക്കുന്ന 64 ഇനം പച്ചക്കറികളെ 3ആയിട്ട് തരംതിരിച്ച് വിഷാംശം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്, അതായത് ആരോഗ്യ അപകട സാധ്യതയുള്ളത്, മിതമായ അളവിൽ കാണുന്നത്, വളരെ ഒട്ടും വിഷാംശമില്ലാതെ പരിപൂർണമായിട്ട് സുരക്ഷിതമായ പച്ചക്കറി, ഇങ്ങനെ 3ആയിട്ട് തരംതിരിച്ച പച്ചക്കറികളുടെ ലിസ്റ്റാണ് സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ നിന്നും മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നാം സാധാരണയായി ഉപയോഗിച്ചു വരുന്ന പച്ചമുളക്, ക്യാപ്സിക്കം, വഴുതന, വെണ്ട, പാവയ്ക്ക, പയർ, ക്യാബേജ്, കറിവേപ്പില, പുതിനയില, ചീര, ചുവന്നുള്ളി തുടങ്ങിയ പച്ചക്കറികളിൽ നിന്നും കീടനാശിനികളിലെ വിഷാംശം എങ്ങനെ നീക്കം ചെയ്യാം എന്ന് നോക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം വാളൻപുളി പിഴിഞ്ഞ് അരിച്ച ലായനിയിലോ 1 ലിറ്റർ വെള്ളത്തിൽ 2 വലിയ സ്പൂൺ വിനാഗിരി ചേർത്ത മിശ്രിതത്തിലോ പച്ചക്കറികൾ മുക്കി വയ്ക്കുകയാണ് ആദ്യപടി. പച്ചമുളക്, ക്യാപ്സിക്കം, വഴുതന, വെണ്ട ഇവ മറ്റു പച്ചക്കറികൾ കഴുകും പോലെ നന്നായി കഴുകി ഞെട്ടടർത്തി വെള്ളം വാർന്നു പോകാൻ സുഷിരങ്ങളുള്ള ഒരു പാത്രത്തിൽ 1 രാത്രി വയ്ക്കുക. വഴുതന, വെണ്ട, പാവയ്ക്ക, പയർ ഇവ നന്നായി ഉരച്ചു കഴുകാനായി ഒരു ബ്രഷോ സ്ക്രബോ ഉപയോഗിക്കാം. കറിവേപ്പിലയും പുതിനയിലയും 10 മിനിറ്റ് വിനാഗിരി ലായനിയിലോ വാളൻപുളിയിലോ മുക്കി വച്ച ശേഷം പല ആവർത്തി കഴുകുക. ചീര ചുവട് ഭാഗം വേരോടെ മുറിച്ചു കളഞ്ഞ് വിനാഗിരി ലായനിയിലോ വാളൻപുളി ലായനിയിലോ 10 മിനിറ്റ് മുക്കി വച്ച ശേഷം വെള്ളത്തിൽ പല ആവർത്തി കഴുകുക. ചുവന്ന ഉള്ളി ഉപയോഗത്തിന് തൊട്ടു മുൻപ് ഉണങ്ങിയ തൊലി മുഴുവൻ പൊളിച്ചു കളഞ്ഞ് പല ആവർത്തി വെള്ളത്തിൽ കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. നന്നായി കഴുകിയ ശേഷം ഈ പച്ചക്കറികളെല്ലാം വെള്ളം വാർന്നു പോകാൻ സുഷിരങ്ങളുള്ള ഒരു പാത്രത്തിൽ 1 രാത്രി വച്ച ശേഷം ടിഷ്യൂ പേപ്പറിലോ കോട്ടൺ തുണിയിലോ പൊതിഞ്ഞ് പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. വെജി വാഷ്. പച്ചക്കറികളിൽ നിന്നും പഴങ്ങളിൽ നിന്നും കീടനാശിനികളുടെ അവശിഷ്ടങ്ങൾ വേർതിരിക്കുന്നതിന് കേരള കാർഷിക സർവകലാശാലയിലെ ഡോക്ടർ നസീമ ബീവിയുടെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിൽ വച്ച് വേർതിരിച്ചെടുത്ത ഉൽപ്പന്നമാണ് വെജി വാഷ്. വിനാഗിരി അല്ലെങ്കിൽ ടാമറിൻ്റെ പേസ്റ്റ്, വാളൻപുളിയുടെ പേസ്റ്റ് 2% വീര്യത്തിൽ, അതായത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിനകത്ത് 10 മിനിറ്റ് മുക്കി വച്ച ശേഷം 2 തവണയെങ്കിലും ശുദ്ധജലത്തിൽ കഴുകിയാൽ ഏതാണ്ട് 70 മുതൽ 80% വരെ വിഷാംശം നീക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ച ഫോർമുലയാണ് KAU വെജി വാഷ്. ഈ ഫോർമുലയുടെ സാങ്കേതിക വിദ്യ കേരളത്തിൽ തന്നെയുള്ള സംരംഭകർക്ക്, വ്യവസായ മേഖലയിലുള്ള 14 സംരംഭകർക്ക് ഒരു നിശ്ചിത ഫീസ് അടച്ച് കൈമാറുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി. അധികം താമസിയാതെ തന്നെ 2015 ആരംഭത്തിൽ തന്നെ പല ബ്രാൻഡ് പേരുകളിൽ, വ്യത്യസ്തമായ ബ്രാൻഡ് പേരുകൾ ഈ ഉൽപ്പന്നം നമ്മുടെ ഒരു സാധാരണ ഗാർഹിക ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ നമ്മുടെ ആൾക്കാർക്ക് ഉപയോഗത്തിനായിട്ട് ലഭിക്കുമെന്നാണ്
സർവകലാശാല പ്രതീക്ഷിക്കുന്നത് ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് അതിൻ്റെ 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് ഇതിനകത്ത് പച്ചക്കറികൾ 10 മിനിറ്റെങ്കിലും മുക്കി വെച്ച ശേഷം കഴുകിയാൽ നമുക്ക് അപകടസാധ്യതയുള്ള അളവിലുള്ള വിഷാംശം അതിൻ്റെ സുരക്ഷിത പരിധിയിലേക്ക് കൊണ്ടുവന്ന് പരമാവധി അവയുടെ വിഷ അംശം ലഘൂകരിച്ച് ആരോഗ്യപരമായിട്ട് അപകടമുണ്ടാകാത്ത അളവിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് സർവകലാശാല പ്രതീക്ഷിക്കുന്നത്. വിഷമില്ലാത്ത പച്ചക്കറികളിലൂടെ നല്ല ജീവിതശൈലിയും ആരോഗ്യ പരിപാലനവും ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നുണ്ട്. നല്ല കാർഷിക മുറകൾ ശീലിക്കുവാൻ ഉൽപാദന തലത്തിൽ കർഷകന് നൽകുന്ന പ്രോത്സാഹനങ്ങളിലൂടെയും ഉപഭോക്തൃ തലത്തിൽ വെജി വാഷ് പോലെയുള്ള സംരംഭങ്ങളിലൂടെയും വിഷാംശമില്ലാത്ത പഴം പച്ചക്കറികളാൽ നമ്മുടെ വിപണികൾ സമ്പന്നമാകട്ടെ. ജീവിതം ഇഴഞ്ഞു നീങ്ങുകയല്ല, പെയ്തിറങ്ങുകയാണ്. ജീവിതം ചിലപ്പോൾ കൈവെള്ളയിലും ചിലപ്പോൾ വയലുകളിലും നിറഞ്ഞൊഴുകും. ജീവിതം എപ്പോൾ തുടങ്ങിയാലും അത് വളരും, വളർന്നുകൊണ്ടേയിരിക്കും. ശിരസ് കുനിക്കുന്നവൻ ആരായാലും അവർ നേടും പുരോഗതി ജീവിതം മുഴുവൻ. ഫിനോലെക്സ് പൈപ്സ്, പുരോഗതി ജീവിതം മുഴുവൻ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിവരങ്ങൾക്കും കൃഷി യന്ത്രങ്ങൾക്കും കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ. തെങ്ങ് കൃഷിയിലെ സൂക്ഷ്മ ജലസേചനത്തിന് പരിശീലനം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൃഷി യന്ത്രങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ വാടകയ്ക്ക് നൽകുന്നതിന് കൃഷി വകുപ്പിന്റെ കീഴിൽ കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നു. കാർഷിക യന്ത്രങ്ങളോടൊപ്പം കാർഷിക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിവരങ്ങൾ കൂടി കസ്റ്റം ഹയറിംഗ് സെന്ററുകളിൽ നിന്ന് കർഷകർക്ക് ലഭ്യമാണ്. ട്രാക്ടർ, പവർ റീപ്പർ, പവർ ടില്ലർ, ട്രാൻസ്പ്ലാന്റർ ആൻഡ് പൗഡ് പാഡി സീഡിംഗ് മെഷീൻ, മിനി ടില്ലർ, മിസ്റ്റ് ബ്ലോവർ, ലോൺ മോവർ തുടങ്ങി വിവിധ യന്ത്രങ്ങളുടെ സേവനം കേരളത്തിലെ 14 ജില്ലകളിലും പ്രവർത്തിക്കുന്ന കസ്റ്റം ഹയറിംഗ് സെന്ററുകളിലൂടെ കർഷകർക്ക് ലഭിക്കും. യന്ത്രങ്ങളുടെ ലഭ്യത ഓരോ ജില്ലയിലും വ്യത്യാസപ്പെട്ടിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കർഷകർക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പറുകൾ: തിരുവനന്തപുരം 0471 2743820, ആലപ്പുഴ 0477 226898, വയനാട് 0493 6202 കണ്ണൂർ 0497 2725229, കാസർഗോഡ് ജില്ലയിലെ നമ്പർ 0494 225570. തെങ്ങ് കൃഷിയിൽ സൂക്ഷ്മ ജലസേചന സംവിധാനം ഒരുക്കുന്നതിൽ ദക്ഷിണ മേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം കേര കർഷകർക്കും അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്കും പരിശീലനം നൽകുന്നു. 2015 ഫെബ്രുവരി 3 മുതൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ വെള്ളായണി കാർഷിക കോളേജിലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. ഈ മാസം 39 മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നവരെയാണ് പരിശീലനത്തിൽ പങ്കെടുപ്പിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 9447 225996, മറ്റൊരു നമ്പർ 9947 109660. കാർഷിക സർവകലാശാലയുടെ തൃശൂർ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവ കുമിൾനാശിനികളും ജൈവ കീടനാശിനികളും ജീവാണുവളങ്ങളും വിതരണം ചെയ്യുന്നു. ജൈവ കീടനാശിനികളായ ബിവേറിയ വെട്രിസീലിയം, പേസിലോമൈസസ്,
ചിതലുകളെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ മെറ്റാറൈസിയം, ജീവാണുവളങ്ങളായ അസോസ്പൈറില്ലം, ഫോസ്ഫറസ്, ജൈവ കുമിൾനാശിനിയായ സ്യൂഡോമോണസ് ഫ്ലോറസെൻസ് എന്നിവയാണ് വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം: വാഴ ഗവേഷണ കേന്ദ്രം, കേരള കാർഷിക സർവകലാശാല, കണ്ണാറ, തൃശൂർ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0487 2 69 9087. കിഴങ്ങുവർഗ്ഗ വിളകൾ നടാൻ അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ. അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനി, മധുരക്കിഴങ്ങ്, കാച്ചിൽ, ചേന എന്നിവയുടെ നടീൽ വസ്തുക്കൾ തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗ്ഗ വിള ഗവേഷണ കേന്ദ്രത്തിൽ ലഭ്യമാണ്. അപേക്ഷയുടെ മുൻഗണനാ പ്രകാരമാണ് നടീൽ വസ്തുക്കൾ വിതരണം നടത്തുന്നത്. ബന്ധപ്പെടേണ്ട വിലാസം: ഡയറക്ടർ, കേന്ദ്ര കിഴങ്ങുവർഗ്ഗ വിള ഗവേഷണ കേന്ദ്രം, ശ്രീകാര്യം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 2 59 8551. കൃഷിവകുപ്പും കാർഷിക സർവകലാശാലയും സംയുക്തമായി നടത്തുന്ന സേഫ് ടു ഈറ്റ് പദ്ധതി പ്രകാരം പച്ചക്കറികളെ വിഷമുക്തമാക്കുന്നതിന് തയ്യാറാക്കിയതാണ് വെജി വാഷ് ഫോർമുല. വെജി വാഷ് ഫോർമുലയുടെ സാങ്കേതിക വിദ്യ വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും ലഭ്യമാണ്. സാങ്കേതിക വിദ്യയുടെ ഫീസ് 25,000 രൂപയും സർവീസ് ടാക്സ് 3,090 രൂപയുമാണ്. ഗവേഷണ വിഭാഗം ഡയറക്ടർ, കാർഷിക സർവകലാശാല, തൃശൂർ എന്ന വിലാസത്തിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0471 2 38 8167. മറ്റൊരു നമ്പർ 0487 2 43 8103. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 13,850 രൂപ, കോഴിക്കോട് 15,000 രൂപ, തൃശ്ശൂരിൽ 13,850 രൂപ. കൊപ്ര കൊച്ചിയിൽ 9,245 രൂപ, കോഴിക്കോട് 9,950 രൂപ. കൊപ്ര തൃശ്ശൂരിൽ 9,350 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 58,500 രൂപ, ഗാർബിൾഡ് 61,500 രൂപ. ചുക്ക് മീഡിയം 20,000 രൂപ, ബെസ്റ്റ് 22,000 രൂപ. മഞ്ഞൾ സേലത്ത് 7,800 രൂപ, ഈറോഡിൽ 8,400 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 19,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5 ഗ്രേഡ് 11,100 രൂപ, 4 ഗ്രേഡ് 11,900 രൂപ. കോട്ടയത്ത് റബ്ബർ 5 ഗ്രേഡ് 11,100 രൂപ, 4 ഗ്രേഡ് 12,000 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 13,850 രൂപ, കൊപ്ര 9,245 രൂപ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 58,500 രൂപ, ഗാർബിൾഡ് 61,500 രൂപ. ചുക്ക് മീഡിയം 20,000 രൂപ, ബെസ്റ്റ് 22,000 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 19,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 300-നും 320-നും മധ്യേ. തൊണ്ടില്ലാത്തത് 500-നും 530-നും മധ്യേ. ജാതിപത്രി 775-നും 900-നും മധ്യേ. ഗ്രാമ്പു 1,030-നും 1,100-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 11,100 രൂപ, 4 ഗ്രേഡ് 11,900 രൂപ. ഒട്ടുപാൽ 7,600 രൂപ, ലാറ്റക്സ് 7,600 രൂപ. കമ്പോള അവലോകനം. ഹൈറേഞ്ചിലെ പ്രമുഖ ലേല കേന്ദ്രങ്ങളിൽ ഏലക്ക പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. കർഷകർ ഏലക്ക നീക്കം കുറച്ചതിനിടയിൽ അറബ് രാജ്യങ്ങളിൽ നിന്ന് അന്വേഷണങ്ങൾ പ്രവഹിച്ചത് ലേല കേന്ദ്രങ്ങളെ സജീവമാക്കി. വണ്ടൻമേട്ടിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോഗ്രാമിന് 1,300 രൂപയ്ക്ക് മുകളിൽ ഉറപ്പുവരുത്താനായി. രാജ്യാന്തര റബ്ബർ മാർക്കറ്റ് മുന്നേറിയെങ്കിലും ആഭ്യന്തര ടയർ നിർമ്മാതാക്കൾ സംസ്ഥാനത്തെ മുഖ്യ വിപണികളിൽ നിന്ന് വിട്ടുനിന്നു. വ്യാവസായിക ഡിമാൻഡിന്റെ അഭാവം കൊച്ചി, കോട്ടയം വിപണികളെ ചെറിയ അളവിൽ തളർത്തി. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം റബ്ബർ മരങ്ങളിൽ നിന്നുള്ള ഈൽഡ് ചുരുങ്ങുകയാണ്. മലബാർ മേഖലയിൽ കൊപ്രയുടെ ലഭ്യത ഉയർന്നത് വില കുറയാൻ ഇടയാക്കി. കോഴിക്കോട്, കൊച്ചി, തൃശൂർ മാർക്കറ്റുകളിൽ എണ്ണവിലയിൽ മാറ്റമില്ല. അതേസമയം തമിഴ്നാട്ടിൽ നിന്ന് വെളിച്ചെണ്ണയ്ക്ക് 175 രൂപ കുറഞ്ഞു. ഉത്തരേന്ത്യൻ ആവശ്യക്കാരുടെ വരവിനെ ഉറ്റുനോക്കുകയാണ് കുരുമുളക് ഉൽപ്പാദകർ. വിദേശത്തു നിന്നും ഉൽപ്പന്നത്തിന് പുതിയ അന്വേഷണങ്ങൾ എത്തിയില്ല. ഇനി കാലാവസ്ഥ.
പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34, 24.1. കൊച്ചി 32.6, 23.6. ആലപ്പുഴ 32.6, 22.5. പുനലൂർ കൂടിയ താപനില 33.5, 19.2. തിരുവനന്തപുരം കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.